ഹായ് വെൽക്കം. എനിക്കൊരു കാറുണ്ട്. ഞങ്ങൾക്കൊരു കാറുണ്ട്. ഞങ്ങൾക്കൊരു വലിയ വീടുണ്ട്. ബാബുവിനൊരു ബൈക്കുണ്ട്. ബിബുവിന് 2 ബൈക്കുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നാണ് ഇന്നു നമ്മൾ പഠിക്കുന്നത്. നോക്കാം. എനിക്കൊരു കാറുണ്ട്. എനിക്ക് ഒരു കാറുണ്ട്. സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഹാവ് ഓർ ഹാസ് പഠിച്ചിട്ടുണ്ട്. അതേ ഓക്സിലറി, അതേ വാക്കു തന്നെയാണ് ഇതിനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഉടമസ്ഥത, അതല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇതുണ്ട്, അതുണ്ട്, അവർക്ക് അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ബൈക്കുണ്ട്, കാറുണ്ട്, വീടുണ്ട്, ബുക്കുണ്ട്, പേനയുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കാം. നോക്കാലോ, എങ്ങനെയായിരിക്കും പറയുന്നത്? നമുക്കറിയാം. ആദ്യം തന്നെ നമ്മൾ സബ്ജക്റ്റിനെയാണ് പറയുന്നത്. ആർക്കാണ് കാറുള്ളത്? എനിക്ക്. I have a car. I have a car. അങ്ങനെയാണ് പറയുന്നത്. I have a car. എനിക്കൊരു കാറുണ്ട്. We have a car. We have a car. ഞങ്ങൾക്കൊരു വലിയ വീടുണ്ട്. വലുത് എന്നുള്ളത് എങ്ങനെയാണ്? ബിഗ്. We have. ഞങ്ങൾ എന്നാണല്ലോ വി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. We have a big house. We have a big house. അപ്പോൾ ഞങ്ങൾക്കുണ്ട്, അതല്ലെങ്കിൽ നമുക്കുണ്ട് എന്നങ്ങനെ പറയും. We have. We have a big house. We have a beautiful school. We have a beautiful school. We have a spacious office. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യമുള്ള ഒരു ഓഫീസ് ഞങ്ങൾക്കുണ്ട്. We have a spacious office. റൈറ്റ്. ഇനി അവർക്ക് ഒരു കാറുണ്ട് എന്നാണെങ്കിലും they have a car. They have a house. They have a big house. They have a beautiful school. They have a spacious office. Okay. ഇനി ബാബുവിനാണോ ഉള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? Babu has a car. Babu has a pen. Babu has a pen. A beautiful pen. Babu has a book. Babu has a book. Babu has Shakespeare's Hamlet with him. Babu has Shakespeare's Hamlet with him. Right? Babu has Shakespeare's King Lear with him. Babu has a pen with him. Neetu has a pen with her. Neetu has a book with her. Okay? അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ബാബുവിനൊരു ബൈക്കുണ്ട്. ബാബു ഹാസ് എ ബൈക്ക്. ബിബുവിന് 2 ബൈക്കുകളുണ്ട്. ബിബു ഹാസ് 2 ബൈക്സ്. ബിബു ഹാസ് 2 ബൈക്സ്. ബാബുവിന് ഒന്നേ ഉള്ളൂ. ബാബു ഹാസ് എ ബൈക്ക്. ബിബുവിന് എത്ര ബൈക്കുകളാണ്? 2 ബൈക്കുകൾ. ബിബു ഹാസ് 2 ബൈക്സ്. അവൾക്കൊരു പിയാനോ ഉണ്ട്. പിയാനോ. ഷി ഹാസ് എ പിയാനോ. ഷി ഹാസ് എ പിയാനോ വിത്ത് ഹർ. ഷി ഹാസ് എ പിയാനോ. ഓക്കെ. അവൻ്റെ അടുക്കൽ ഒരു ഗിറ്റാർ ഉണ്ട്. ഹി ഹാസ് എ ഗിറ്റാർ. ഹി ഹാസ് എ ഗിറ്റാർ. ഹി ഹാസ് എ ഫുട്ബോൾ. അവൻ്റെ അടുക്കൽ ഫുട്ബോൾ ഉണ്ട്. ഫുട്ബോൾ. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഹാവ് ഓർ ഹാസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായി നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും അതിൻ്റെ നെഗറ്റീവ്. ഹാവ് ആണെങ്കിൽ ഹാവ് നോട്ട്, ഹാസ് ആണെങ്കിൽ ഹാസ് നോട്ട്, haven't and hasn't for short, right? I haven't a pen. I haven't a pen. Could you please borrow me your? I haven't pen. I haven't a car. Can I get your? നിങ്ങളുടെ വണ്ടി ഞാനൊന്ന് എടുത്തോട്ടെ. എൻ്റെ അടുക്കൽ വണ്ടിയില്ല, കാറില്ല. I haven't car. Can I get your or can I take your? So നെഗറ്റീവ് ആയി പറയുന്നതിന് have or has പ്ലസ് നോട്ട് അങ്ങനെ ചേർത്താൽ മതിയാകും. ഐ ഹാവിൻറ്റ്. ഷി ഹാസിൻറ്റ്. ബാബു ഹാസിൻറ്റ്. നീതു ഹാസിൻറ്റ്. റൈറ്റ്. ദ ഹാവിൻറ്റ്. ദ ഹാവിൻറ്റ് ഫുട്ബോൾ. അവരുടെ ഫുട്ബോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഫുട്ബോളില്ല, കളിക്കാൻ പന്തില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുക്കൽ ഉണ്ടോ എന്നെങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അടുക്കൽ ഉണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത്? യു ഹാവ് എ കാർ. യു ഹാവ് എ പെൻ വിത്ത് യു.
യു ഹാവ് എ പെൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡു ചേർത്താൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും. ഡു യു ഹാവ്, ഡു യു ഹാവ് എ പെൻ, ഡു യു ഹാവ് എ പെൻ. ഡു യു ഹാവ് എ ബുക്ക്, ഡു യു ഹാവ് എ ബുക്ക്. ഡു യു ഹാവ് കാർ, ഡു യു ഹാവ് കാർ. നോ, ഐ ഹാവ് നോ. യെസ് ഐ ഹാവ്, യെസ് ഐ ഹാവ്. അങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്. സോ മനസ്സിലായല്ലോ? അപ്പോൾ ഉണ്ട്, എനിക്കുണ്ട്, എൻ്റെ ഉടമസ്ഥതയിലുണ്ട്, അതല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയാൻ ഹാവ് ഓർ ഹാസ് ചേർത്ത് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മീറ്റ് യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക്